എൻ.ഡി.എ സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരും. രാജ്നാഥ് സിംഗ് തന്നെ പ്രതിരോധ മന്ത്രിയാകും. നിതിൻ ഗഡ്കരിക്ക് കേന്ദ്ര ഗതാഗത മന്ത്രിസ്ഥാനം തന്നെയാണ് നൽകുന്നത്. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും തുടരും. ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ആ കോർ ടീമിന് മാറ്റമില്ലാതെ തന്നെ വകുപ്പുകളുടെ വിതരണം പൂർത്തിയാവുകയാണ്. മറ്റേതൊക്കെ പ്രധാന വകുപ്പുകളിൽ ആരൊക്കെ എത്തുന്നു? ദിവിഷ്, വകുപ്പ് അല്ലെങ്കിൽ മന്ത്രാലയങ്ങൾ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുത്ത വിവരങ്ങൾ മാത്രമാണുള്ളത്. അതായത് അതാത് മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ഗ്രൂപ്പുകളിൽ വരുത്തുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. പ്രധാനമായും കഴിഞ്ഞ മന്ത്രിസഭയിലെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രാലയങ്ങൾ നൽകിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായുടെ ചുമതലയിൽ തന്നെയാണ്. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് തുടരും. ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ തുടരും. അതുപോലെ വിദേശ മന്ത്രിയായി എസ് ജയശങ്കറും തുടരും. അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 5 പേരും തുടരുകയാണ് ഇപ്പോൾ വരുന്നത്. ഗതാഗത മന്ത്രിയായി നിതിൻ ഗഡ്കരിയുടെ പേരാണ് വന്നിട്ടുള്ളത്. 2 സഹമന്ത്രിമാർ ഉണ്ടാവും. ഒന്ന് അൽമോറ MP അജയ് താംതയും അതോടൊപ്പം തന്നെ കിഴക്കൻ ഡൽഹിയിലെ MP ആയ ഹർഷ് മൽഹോത്രയുമാണ് 2 സഹമന്ത്രിമാരായിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ 2ാം മോദി സർക്കാരിൽ റെയിൽവേയുടെ ചുമതലയുണ്ടായിരുന്ന അശ്വിനി വൈഷ്ണവിന് വീണ്ടും റെയിൽവേ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പീയൂഷ് ഗോയലിൻ്റെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും പക്ഷേ വാണിജ്യ മന്ത്രാലയം തന്നെയാണ് ഇപ്പോൾ പീയൂഷ് ഗോയലിന് വീണ്ടും നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിലെ ടീമിനെ തന്നെ നിലനിർത്താനാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവികളിലേക്ക്. നമുക്ക് പ്രധാനമായും പറയേണ്ടത് ഇനി ജോർജ് കുര്യൻ്റെയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും മന്ത്രാലയങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക കുറിപ്പ് വരുത്തിയ ഒരു മുറയ്ക്ക് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രാലയങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ തവണ വഹിച്ചിരുന്നവർക്ക് തന്നെ നൽകിയിരിക്കുന്നു. ഇന്ന് ജയശങ്കർ ആയിരിക്കും വിദേശകാര്യം എന്നുള്ള സൂചന രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് വന്ന അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെയൊക്കെ ഇന്ന് ജയശങ്കർ തന്നെയാണ് ഔദ്യോഗികമായി കാണുകയും സ്വീകരിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും വിദേശമന്ത്രി എന്നുള്ള സൂചനകൾ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്ര ക്യാബിനറ്റ് ആദ്യത്തെ യോഗം ചേർന്നത്. ഒരുപക്ഷെ ഔദ്യോഗികമായി മന്ത്രാലയങ്ങളുടെ പ്രഖ്യാപനമില്ലാതെയാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. 2 പ്രധാന തീരുമാനങ്ങളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രി ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹം ഒപ്പിട്ട ആദ്യത്തെ ഫയല് എന്ന് പറയുന്നത് 17ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് PM കിസാൻ നിധിയുടെ 17ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകിക്കൊണ്ടുള്ളതാണ്. അതായത് കർഷകർക്ക് 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപ നൽകുന്ന ആ 17ാമത്തെ ഗഡു നൽകാനുള്ള ഉത്തരവിലാണ് പ്രധാനമന്ത്രി ഒപ്പിട്ടത്. വൈകിട്ട് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നത് 3 കോടി വീടുകൾ കൂടി പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ നൽകാനാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും വീടുകൾ വെച്ച് നൽകുക, വീടുകൾ വെച്ച് നൽകുക എന്നുള്ളതാണ്. അതിന് പാചകവാതക കണക്ഷനുകളും അതോടൊപ്പം തന്നെ വൈദ്യുതി കണക്ഷനും എല്ലാം ഉൾപ്പെടുന്ന ഒരു വീട് നൽകുക എന്നുള്ളൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഹർദീപ് പുരിക്ക് പെട്രോളിയം മന്ത്രാലയം തന്നെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണത്തെ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അത് മന്ത്രിമാർ വഹിച്ചിരുന്ന മന്ത്രാലയങ്ങൾ തന്നെ അവർക്ക് ഇത്തവണ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സന്ദീപ്, ഇത് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ പല നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയിൽ ഏറ്റവും ശക്തമായി സംസാരിച്ചിരുന്നു അമിത്ഷാ തന്നെയാണ്. നിതിൻ ഗഡ്കരിയുടെ കാര്യമെടുത്താൽ ദേശീയപാത രംഗത്തൊക്കെയുള്ള വലിയ വളർച്ച, അത് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടരുത് എന്നൊരു തീരുമാനമാണോ? എങ്ങനെയാണ് ഈ ഒരു കോർ ടീം തന്നെ നിലനിൽക്കണം? അത് RSSൻ്റെ കൂടി താല്പര്യമാണോ, അതോ BJP ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നതുമാണോ? കഴിഞ്ഞ തവണത്തെ ടീമിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മികവ് പരിഗണിച്ചിട്ടുണ്ടാവണം.
മാത്രമല്ല പുതിയ മുഖങ്ങളെ വലിയ രീതിയിൽ പരീക്ഷിക്കേണ്ട എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കണം. കാരണം കുറഞ്ഞ ഭൂരിപക്ഷം കൂടിയുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും പരിചയസമ്പന്നരെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു തീരുമാനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ അശ്വിനി വൈഷ്ണവിന് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. INB വാർത്താവിനിമയ വകുപ്പ് കൂടി നൽകിയിരിക്കുന്നു. ഹർദീപ് പുരി കഴിഞ്ഞ തവണയും പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു, അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത് മനോഹർ ലാൽ ഖട്ടറാണ്. അദ്ദേഹത്തിന് ഭവന നിർമ്മാണ വകുപ്പും അതോടൊപ്പം തന്നെ നഗരവികസനവും നൽകിയിട്ടുണ്ട്. ഹർദീപ് പുരിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. JP നഡ്ഡയ്ക്ക് വീണ്ടും ആരോഗ്യം നൽകിയിരിക്കുന്നു. ആദ്യത്തെ മോദി മന്ത്രിസഭയിൽ JP നഡ്ഡ ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഭൂപേന്ദ്ര യാദവിന് പരിസ്ഥിതി മന്ത്രാലയമായിരുന്നു. ഇത്തവണയും വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൃഷി മന്ത്രിയായി ശിവരാജ് സിംഗ് ചൗഹാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം. അതായത് കഴിഞ്ഞ ദിവസം ജനതാദൾ എസ് അത് ചോദിച്ചിരുന്നു. അതായത് കൃഷി വകുപ്പ് വേണം എന്നുള്ളൊരു നിർദ്ദേശം ജനതാദൾ എസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ജിതിൻ റാം മാഞ്ചിക്ക് മധ്യപ്രദേശിൽ പൊതുവെ BJP ഉണ്ടാക്കിയ വിജയം, അദ്ദേഹത്തിന് ആളുകളുമായിട്ടുള്ള ഒരു റീച്ച്, അത് കർഷകരുമായിട്ടുള്ള അല്ലെങ്കിൽ കർഷക സംഘടനയൊക്കെ ആയിട്ട് കൂടുതൽ വേഗത്തിൽ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉപകരിക്കുമെന്ന അർത്ഥത്തിലാകുമല്ലേ? ശിവരാജ് സിംഗ് ചൗഹാൻ നേരത്തെ ഇവിടെ മന്ത്രി MP മറ്റുമായിരുന്ന ഒരാളാണ്. മാത്രമല്ല മധ്യപ്രദേശിൽ 15 കൊല്ലത്തോളം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാർഷിക മേഖലയിലുള്ള ഇടപെടലുകൾ മധ്യപ്രദേശിൽ BJP വലിയ തോതിൽ തുണച്ചു എന്നുള്ളൊരു വിലയിരുത്തലായിരിക്കാം ശിവരാജ് സിംഗ് ചൗഹാനെ തന്നെ കൃഷി മന്ത്രാലയത്തിലേക്ക് പരിഗണിക്കാനുള്ള തീരുമാനത്തിന് പിറകിൽ. ബീഹാറിൽ നിന്നുള്ള ജിതൻ റാം മാഞ്ചിക്കാണ് ഇപ്പോൾ മീഡിയം സ്മോൾ സെക്ടറിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. TDPയുടെ റാംമോഹൻ നായിഡു TDPക്ക് വീണ്ടും സിവിൽ ഏവിയേഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതായത് 2014 തെലുങ്ക് ദേശത്തിന് നൽകിയിരുന്ന ഒരു മന്ത്രാലയമാണ് വ്യോമയാന മന്ത്രാലയം. അന്ന് അശോക് ഗജപതി രാജു ആയിരുന്നു തെലുങ്ക് ദേശത്തിന് വേണ്ടി ഈ മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതേ മന്ത്രാലയം തന്നെ നൽകിയിരിക്കുന്നു. അതായത് അന്നത്തെ ഫോർമുല തന്നെയാണ് ഇപ്പോൾ BJP ഘടകകക്ഷികളുടെ കാര്യത്തിൽ പിന്തുടരുന്നത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കിരൺ റിജുവിന് പാർലമെൻ്ററി കാര്യം നൽകിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിലും. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. മൻസുഖ് മാണ്ഡവ്യയ്ക്കാണ് ഒരു മന്ത്രാലയത്തിൻ്റെ മാറ്റം വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്തിരുന്നത് ആരോഗ്യ മന്ത്രാലയമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ തൊഴിൽ മന്ത്രാലയം മൻസുഖ് മാണ്ഡവ്യയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കായികവും സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ചുമതലയും ഇപ്പോൾ മൻസുഖ് മാണ്ഡവ്യയ്ക്ക് നൽകിയിരിക്കുന്നു. അതായത് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. പ്രധാനമായും കൃഷി കഴിഞ്ഞ തവണ ഗിരിരാജ് സിംഗിനായിരുന്നു, അത് ഇത്തവണ ശിവരാജ് സിംഗ് ചൗഹാന് നൽകിയിരിക്കുന്നു. ആരോഗ്യ മന്ത്രാലയം മൻസുഖ് മാണ്ഡവ്യയിൽ നിന്നും മാറ്റി JP നഡ്ഡയ്ക്ക് നൽകുന്നു. തൊഴിൽ മന്ത്രാലയത്തിൽ പുതിയതായിട്ട് മൻസുഖ് മാണ്ഡവ്യയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. എനിക്ക് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ മന്ത്രിമാരെയൊക്കെ തന്നെ അല്ലെങ്കിൽ MP മാരെയൊക്കെ തന്നെ മന്ത്രിമാരാക്കുകയും മന്ത്രിമാരെ അവർക്ക് തന്നെ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരുടെ മാത്രമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി സഹമന്ത്രിമാരുടെയും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെയും വിവരങ്ങൾ കൂടി വരാനുണ്ട്. ദിവേഷ്.